മോശയെ പോലെ അങ്ങയുടെ സ്നേഹിതനാകാൻ, അഹറോനെ പോലെ മധ്യസ്ഥ പ്രാർത്ഥന നിർവഹിക്കാൻ, സോളമനെ പോലെ നിനക്കാലയം കെട്ടാൻ, ദാവീദിനെ പോലെ മഹത്വത്തെ വാഴ്ത്താൻ, താബോറിന്റെ പാപത്താഴ്വാരങ്ങളിൽ നിന്നും ദുർബലരായ മനുഷ്യരെ ബലിയർപ്പകരും പുരോഹിതരുമായി ഉയർത്തിയ കർത്താവേ, അവർണ്ണനീയമായ അങ്ങയുടെ ദാനത്തിന് സ്തുതി. തിളങ്ങുന്ന കുർബാനക്കുപ്പായം പണ്ടേ തീരാത്ത മോഹമായി തീർന്നിരുന്നു. തിളങ്ങുന്ന കുർബാനക്കുപ്പായം പണ്ടേ തീരാത്ത മോഹമായി തീർന്നിരുന്നു. ആ വെള്ളിക്കാസയും എടുത്തുയർത്തിയിടുവാൻ എന്നെനിക്കാവുമെന്നോർത്തിരുന്നു ഞാൻ, എന്നെനിക്കാവുമെന്നോർത്തിരുന്നു. ആ വെള്ളിക്കാസയൊന്നെടുത്തുയർത്തിയിടുവാൻ എന്നെനിക്കാവുമെന്നോർത്തിരുന്നു ഞാൻ, എന്നെനിക്കാവുമെന്നോർത്തിരുന്നു. തിളങ്ങുന്ന കുർബാനക്കുപ്പായം പണ്ടേ തീരാത്ത മോഹമായി തീർന്നിരുന്നു. യൗവനം പൂക്കുന്ന പടിവാതിൽ, പഠനം ജ്വലിക്കുന്ന ദിവസങ്ങളിൽ ഇനി എന്തു വേണമെന്നോർത്തതില്ല. ഇതു ദൈവഹിതമെന്ന് തിരിച്ചറിഞ്ഞു. എൻ മാതൃനാടിനും മാതാപിതാക്കൾക്കും അഭിമാനമാകുവാനാഗ്രഹിച്ചു. എല്ലാറ്റിനും മേലെ ദൈവവിളിയങ്ങേ അനുഗമിച്ചിടുന്നതാണെന്നറിഞ്ഞു, അനുഗമിച്ചിടുന്നതാണെന്നറിഞ്ഞു. തിളങ്ങുന്ന കുർബാനക്കുപ്പായം പണ്ടേ തീരാത്ത മോഹമായി തീർന്നിരുന്നു. ജോസ് ജമാശൻ തൻ്റെ തിരുപ്പെട്ട സ്വീകരണത്തോടനുബന്ധിച്ചുള്ള യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്, പവൻ്റെലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. നമുക്ക് ഈ സമയം ഈ കുടുംബത്തെയും ഈ കുടുംബാംഗങ്ങളെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും കർത്താവിന് തിരുക്കരങ്ങളിൽ സമർപ്പിക്കാം. നാളത്തെ പൗരോഹിത്യ പട്ടത്തെയും തുടർന്നുള്ള കുർബാനയും എല്ലാം ദൈവത്തിൻ്റെ കൃപാകടാക്ഷത്തിന് അനുഗ്രഹം കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഭക്തിപൂർവ്വം നമുക്ക് ഈ പ്രത്യേക കർമ്മങ്ങളെല്ലാം പങ്കെടുക്കാം. നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ഗാനം ആരംഭിച്ച് നമ്മുടെ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു
ഉദവിക്കും പ്രകാശമേ അന്ധകാരവിരിപ്പുമാറ്റിടും ചന്തമേറുന്ന ദീപമേ കേടുവാത്മാവിലാശ വീശുന്ന മോഹനാദിവ്യദാനമേ പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ദൈവാനുഭവ നിമിഷങ്ങളാണ് സങ്കീർത്തനങ്ങൾ ചൊല്ലുക എന്നുള്ളത്. ദൈവത്തെ അനുഭവിച്ചവർ പാടിയതാണ് സങ്കീർത്തനങ്ങൾ. പൗരോഹിത്യം എന്ന് പറയുന്നതും ദൈവത്തെ അനുഭവിക്കുന്നതാണ്. നമ്മളിപ്പോൾ 23-ാം സങ്കീർത്തനം ചൊല്ലുകയാണ്. അപ്പോൾ ഓരോ ഭാഗത്തും മറുപടിയായിട്ട് കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നും കുറവുണ്ടാവുകയില്ല എന്ന് ഏറ്റു ചൊല്ലുക. കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തന്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിന് നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഒന്നുവടെയും തണ്ടും എനിക്ക് ഉറപ്പേകുന്നു. എന്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ ശിരസ്സ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമകളുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. ഞങ്ങളെ ഈ കുടുംബത്തെ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഗോവേന്ദ്രയ്ക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജോസിനെ അങ്ങയുടെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തെ വലുതാക്കിയ ഈ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും സഹോദരിമാരെയും ബന്ധുമിത്രാദികളെല്ലാം അങ്ങയുടെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കൃപാകടാക്ഷം ഈ കുടുംബത്തിന് എന്നും ഉണ്ടായിരിക്കണമേ. ഓരോരുത്തർ സ്വീകരിച്ചു കഴിയുമ്പോൾ അതിനുശേഷമുള്ള ജീവിതത്തെ എല്ലാം സമർപ്പിക്കുന്നു. ഈ മകൻ കടന്നു ചെല്ലുന്ന എല്ലാ സാഹചര്യങ്ങളെല്ലാം അങ്ങയുടെ കൃപാകടാക്ഷം ഉണ്ടായിരിക്കണമേ. പ്രയാസങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകുമ്പോൾ അങ്ങയുടെ മുഖം നോക്കി മുന്നോട്ട് നീങ്ങാനുള്ള ശക്തിയും കൃപാകടാക്ഷവും ഈ മകൻ എന്നും ഉണ്ടായിരിക്കണമേ. പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സുവിശേഷ വെളിച്ചത്താൽ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിടാം. കർത്താവേ, ധരണിയിൽ നിന്നും സാക്ഷികളായി തീർന്നിടുവാൻ. കർത്താവേ, ധരണിയിൽ നിന്നും സാക്ഷികളായി തീർന്നിടുവാൻ. ഞങ്ങളിൽ നിൻ സുവിശേഷം
കിരണം ചൊരിയട്ടെ. ഞങ്ങളിൽ നിൻ സുവിശേഷം പൂങ്കിരണം ചൊരിയട്ടെ. സമാധാനം നിങ്ങളോടുകൂടെ. വിശ്വമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവർ അവന്റെ സമീപത്തേക്ക് ചെന്നു. തന്നോടുകൂടെ ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും വിശ്വാസികളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. പ്രിയ ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ബന്ധുമിത്രാദികളെ, ഇന്ന് നമുക്കൊക്കെ സന്തോഷത്തിൻ്റെ, ആഘോഷത്തിൻ്റെ, ആഹ്ലാദത്തിൻ്റെ ദിനമാണ്. കാരണം ജോസ് ഷമാസിൻ്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയും പ്രോത്സാഹനവും കൊണ്ടും ജോസമ്മാസിൻ്റെ ദീർഘമായ വർഷത്തിൻ്റെ കഠിനാധ്വാനവും പ്രാർത്ഥന കൊണ്ടും ഷമ്മാസിനായി നാളെ പിതാവിൻ്റെ കൃപ കൊണ്ട് ഒരു വൈദികനായി തീരുകയാണ്. ഒരു വൈദികൻ്റെ ആരാണെന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മളെ കൊച്ചച്ഛൻ ബോധിപ്പിച്ചു. യേശു മലയിലേക്ക് പോയി തനിക്ക് ഇഷ്ടമുള്ളവരെയാണ് വിളിച്ചത്. ഒരു വ്യക്തി പുരോഹിതനാകുക അല്ലെങ്കിൽ കന്യാസ്ത്രീയാകുക അവരുടെ കുലമഹിമയോ അവരുടെ കഴിവോ സാമർഥ്യമോ അല്ല. യേശുവിനെ ഇഷ്ടമുള്ളവരെയാണ് വിളിക്കുക. ദൈവത്തിന് ഇഷ്ടമുള്ളവരെ വിളിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണ് ജീവിക്കേണ്ടത്. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കേണ്ടവരെ ചെയ്യേണ്ട കടമയാണ് ഇന്നത്തെ സുവിശേഷത്തിലും നമ്മൾ ശ്രമിച്ചത്. അവിടത്തോടുകൂടി ആയിരിക്കുക, വചനം പ്രഘോഷിക്കുക, രോഗികളെ സുഖപ്പെടുത്തുക. ഒരു വൈദികന് നിക്ഷിപ്തമായിരിക്കുന്ന ഈ കടമകളും കർത്തവ്യങ്ങളും ഒക്കെ ഒരു വൈദികൻ പ്രാവർത്തികമാക്കേണ്ടത് അവൻ്റെ സ്വന്തം കഴിവുകൊണ്ടല്ല, ദൈവത്തിൻ്റെ കഴിവുകൊണ്ടാണ്. ഒരു വൈദികൻ മാനത്ത് നിന്നും പൊട്ടി വീണ മാലാഖമാരല്ല. ഓരോ കുടുംബത്തിൽ നിന്നും വ്യത്യസ്ത മാതാപിതാക്കളിൽ നിന്നും ജനിച്ച് ദൈവത്തിൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട ഒരു വൈദികൻ, ഒരു സന്യാസിനായാലും ആരായാലും സിസ്റ്ററോ വൈദികനാകുക. അത്രാവിൽ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവനെയോ ചെയ്യുന്നവരെ കർത്താവ് പ്രത്യേകമായി സംരക്ഷിക്കും. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 22-ാം വചനത്തിൽ പറയുന്നത് പോലെ വിശ്വാസത്തോടെ നിങ്ങൾ എന്ത് ചോദിച്ചാലും അവിടെ തരുമെന്നാണ് പറയുക. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ദൈവം കേൾക്കണമെങ്കിൽ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ നമ്മുടെ കർത്തവ്യ നിർവഹണത്തിന് മുമ്പ് ദൈവം നമുക്ക് നൽകിയ കർത്തവ്യങ്ങൾ, കടമകൾ കർത്താവിൻ്റെ ഹിതപ്രകാരം പ്രാവർത്തികമാക്കണമെങ്കിൽ ആ പുരോഹിതൻ ദൈവത്തിലാണ് ആശ്രയിക്കേണ്ടത്. 35-ാം സങ്കീർത്തനം 7-ാം വചനത്തിൽ പറയുന്നുണ്ട്, നിന്റെ ജീവിതം കർത്താവിൽ ഫലമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വസിക്കുക, അവിടെ നിന്നെ നോക്കിക്കൊള്ളുമെന്നാ പറയുക. കർത്താവിൽ ആശ്രയിക്കുകയും വിശ്വസിക്കുന്ന ഒരുവന്റെ ജീവിതത്തിൽ തള്ളക്കോഴി കുഞ്ഞുങ്ങളെ എപ്രകാരം കാത്തുപരിപാലിക്കുവോ അതുപോലെ കാത്തുപരിപാലിക്കും. പ്രിയപ്പെട്ട സന്യാസൻ ജോസ്, ദൈവം അനന്തമായ നിധി ജോസിൻ്റെ മേൽ നൽകിയിരിക്കുകയാണ്. എന്നും കർത്താവിൻ്റെ ഹിതപ്രകാരം ജീവിക്കുക. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും അനുമോദനങ്ങളും പ്രാർത്ഥനകളും പ്രത്യേകിച്ച് കൊച്ചച്ഛൻ്റെ പേരിലും അമരോത്ഭ മാതാവിൻ്റെ സന്യാസഭയിലെ അച്ഛന്മാരുടെയും പ്രദേശത്തിൻ്റെയും പേരിൽ
അനുമോദനകളും ആശംസകളും അർപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഫ്രാൻസിസിയുടെ ജീവിതത്തിലെ ഒരു സംഭവം ചിന്തിക്കാം. അസീസി ജനിച്ചു വളർന്നത് വലിയ ധനാഠ്യ കുടുംബത്തിലായിരുന്നു. അപ്പം വലിയ മാടമ്പിയായിരുന്നു. പട്ടുവ്യാപാരമായിരുന്നു അപ്പൻ്റെ ജോലി. തൻ്റെ പട്ടുവ്യാപാരത്തിൽ അനന്തരാവകാശിയായി മകനെ കൊണ്ടു നടക്കണമെന്നായിരുന്നു അപ്പൻ്റെ ആഗ്രഹം. എന്നാൽ ഫ്രാൻസിസ് തിരിച്ചറിഞ്ഞു തൻ്റെ ജീവിതശൈലി അതല്ല, മറിച്ച് കാലിത്തൊഴുത്തി പിറന്നവൻ്റെ ദാരിദ്ര്യം ജീവിച്ചവൻ്റെ ശൈലിയാണ് എൻ്റേത്. അവൻ സന്യാസത്തിലേക്ക് തിരിഞ്ഞു. ഇതിൻ്റെ പേരിൽ അപ്പനും മകനും പലപ്പോഴും വഴക്കുണ്ടായിട്ടുണ്ട്. മെത്രാന് ഫ്രാൻസിസിൻ്റെ ജീവിതശൈലിയും അവൻ്റെ ലക്ഷ്യമെല്ലാം തിരിച്ചറിഞ്ഞിരുന്നു. ഒരിക്കലും വഴക്കുണ്ടായപ്പോൾ അപ്പനും മകനും കൂടെ മെത്രാൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ അപ്പം വിളിച്ചു പറഞ്ഞു, ഇവനുടുത്തിരിക്കുന്ന പട്ടുവസ്ത്രം പോലും എൻ്റേതാണ്. ഇത് കേട്ടപ്പോൾ അസീസി താൻ എടുത്തിരിക്കുന്ന വസ്ത്രം പോലും എടുത്ത് തൻ്റെ പിതാവിന് എടുത്ത് കൊടുക്കുകയാണ് ചെയ്തത്. മെത്രാൻ ചാടി തൻ്റെ സിംഹാസനത്തിൽ ഇറങ്ങി തൻ്റെ മേലങ്കി എടുത്ത് അവൻ്റെ നാണം മറയ്ക്കുകയാണ് ചെയ്തതെന്ന് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. ഇതൊരപ്പൻ്റെ സംഭവം. എന്നാൽ ഇതിന് തിരിച്ച് വ്യത്യസ്തമായിട്ട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ മകൻ ദൈവത്തെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണെന്ന് പറഞ്ഞപ്പോൾ ഈ മാതാപിതാക്കൾ സ്നേഹത്തോടെ അവനെ പറഞ്ഞയച്ചു. തൻ്റെ കുടുംബത്തിന് ഒരു അവകാശം നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നിട്ടും അത് വേണ്ട എന്ന് വെച്ചുകൊണ്ട് ദൈവത്തിന് വേല ചെയ്യാൻ വേണ്ടി മാതാപിതാക്കൾ ജോസിനെ പറഞ്ഞു വിട്ടു. ആ ജോസ് നമ്മളോട് ആയിരിക്കുമ്പോൾ തൻ്റെ മാതാപിതാക്കളെ നന്ദിയോടെ ഓർക്കാം. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച സഹോദരങ്ങളെയും സഹോദരിമാരെയും ബന്ധുക്കളെയും എല്ലാം നന്ദിയോടെ ഓർക്കാം. ദൈവത്തിന് കൃപാകടാക്ഷം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കാം. അപ്പം സുവിശേഷത്തിൽ ഒരു യുവാവ് യേശുവിനെ സമീപിക്കുന്നുണ്ട്. നിത്യജീവൻ സ്വന്തമാക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ യേശു പറയുന്നുണ്ട്, പ്രമാണങ്ങൾ പാലിക്കുക എന്ന്. അപ്പോൾ അവൻ അഭിമാനത്തോടെ രംഗത്തെ നിർത്തിപ്പിടിച്ച് അവൻ പറയുന്നുണ്ട്, ഞാൻ എല്ലാ പ്രമാണങ്ങളും പാലിക്കുന്നുണ്ട് എന്ന്, ചെറുപ്പം മുതൽ അതെല്ലാം ചെയ്യുന്നുണ്ട് എന്ന്. അപ്പോൾ സുവിശേഷം എടുത്തു പറയുന്നുണ്ട്, യേശു അവനെ സ്നേഹത്തോടെ നോക്കി, എന്നിട്ട് അവനെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു, നിനക്ക് ഒരു കുറവുണ്ട്. നീ എന്നെ സമ്പൂർണ്ണമായി അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ ഉള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത് എന്നെ അനുഗമിക്കുവായിരുന്നു. ഇത് കേട്ടപ്പോൾ അവൻ പതുക്കത്തെ ഒതുക്കത്തിൽ അവിടുന്ന് മാറിപ്പോയി എന്നാണ് സുവിശേഷത്തിൽ പറയുന്നത്. അങ്ങനെ യുവാവിൻ്റെ കാര്യം പറയുമ്പോൾ ഇന്ന് 10-15 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തോട് നമ്മുടെ പ്രിയപ്പെട്ട ജോസും ചോദിച്ചിട്ടുണ്ട്, നിത്യജീവൻ സ്വന്തമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ ദൈവം പറഞ്ഞിട്ടുണ്ട്, പ്രമാണങ്ങളെല്ലാം പാലിക്കണം. അപ്പോൾ ജോസ് പറഞ്ഞു, എനിക്കതെല്ലാം പാലിക്കുന്നുണ്ട്. ചെറുപ്പം മുതലേ ഞാൻ എല്ലാം അനുസരിച്ചാണ് മാതാപിതാക്കളോട് എല്ലാ സ്നേഹത്തോടെ കഴിഞ്ഞാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ വാക്കുകൾ, എനിക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. ആ വാക്ക് ജോസ് നിറവേറ്റിക്കൊണ്ട് CBSE സന്യാസമൂഹത്തിൽ ചേർന്നിരിക്കുകയാണ്. ദൈവത്തിന് വേണ്ടി വേല ചെയ്യാൻ വേണ്ടി സുവിശേഷത്തിലെ യുവാവിനേക്കാൾ വ്യത്യസ്തമായിട്ട് മാറിയ ശൈലിയിലൂടെ ദൈവത്തിന് വേണ്ടി വേല ചെയ്യാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ജോസും ഇറങ്ങിത്തിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട ജോസിന് വേണ്ടി പ്രാർത്ഥിക്കാം. പിന്നെ മാതാപിതാക്കളെയും സഹോദരങ്ങളെല്ലാം ചേർന്ന് പ്രാർത്ഥിക്കാം. അവൻ കടന്നു ചേരുന്ന എല്ലാ മേഖലകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവിടെയെല്ലാം യേശുവിൻ്റെ മുഖം കൊടുക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കാം. പുരോഹിതൻ എന്ന് പറയുന്നത് ഒരു സുവിശേഷമാണ്. കാരണം യേശു തന്നെയാണ് സുവിശേഷം. സുവിശേഷമേകുവാനും സുവിശേഷമാകുവാനുമാണ് പുരോഹിതനെ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ആ ചിന്തയോടെ നാളെ നമുക്ക് നടക്കാൻ പോകുന്ന ഓരോ പദശുശ്രൂഷയും തുടർന്നുള്ള കുർബാനയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ജോസിൻ്റെ ജീവിതത്തിൽ ജോസ് കണ്ടുമുട്ടുന്നവരിൽ മറ്റുള്ളവർ ദൈവത്തെ കൊടുക്കുവാൻ വേണ്ടി, ദൈവത്തിന് അനുഗ്രഹം കിട്ടുവാൻ വേണ്ടി പരിശുദ്ധാമ്മ പ്രാർത്ഥിക്കാം. ഒപ്പം പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. വൈദ്യരുടെ മധ്യസ്ഥനാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥന് പ്രാർത്ഥിച്ചുകൊണ്ട് എത്രയും ദൈവ മാതാവ് എന്ന ഗാനം നമുക്കിപ്പോൾ ആരംഭിക്കാം. എത്രയും ദയുള്ള മാതാവേ, നിൻ സങ്കേതം തേടി വരുന്നു ഞങ്ങൾ, നിൻ ചാരത്തോടിയണഞ്ഞവരെ നീ ഒരു നാടും കൈവിടില്ലല്ലോ തായേ, ഒരു നാടും കൈവിടില്ലല്ലോ തായേ. ശരണം തൃപ്പാദത്തിൽ കരുണതൻ നിറകുടമാകുമമ്മേ, ശരണം തൃപ്പാദത്തിൽ
കരുണതൻ നിറകുടമാകുമമ്മേ, കനിവോടെ ഇവരെ നീ കാക്കണമേ. കന്യകമാരുടെ റാണി നീയേ, എത്രയും ദയുള്ള മാതാവേ, നിൻ സങ്കേതം തേടി വരുന്നു ഞങ്ങൾ. നിൻ ചാരത്തോടിയണഞ്ഞവരെ നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ, ഒരു നാളും കൈവിടില്ലല്ലോ തായേ. നമ്മുടെ വിശ്വസിച്ചുകാരുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോട് ഇപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ നിൻ സാക്ഷ്യമേകാൻ എൻ്റെ ഉള്ളം ദാഹിക്കുന്നു. നിന്റെ സ്നേഹധാര പുൽകി എന്നും നീങ്ങിടാൻ. ദൈവമേ നിൻ സാക്ഷിയാകാൻ എൻ്റെ ഉള്ളം ദാഹിക്കുന്നു. നിൻ വചനധാര പുൽകി എന്നും ജീവിക്കാൻ. യേശുവേ നീ കൂടെ എങ്കിൽ ഭയമെന്നിൽ ലേശമില്ല. കഷ്ടതയാൽ നേരിടിലും പൂന്തിന്നലായി നീ വരില്ലേ. നിന്റെ ഇഷ്ടം പോലെ എന്നും നിന്നിഴലായി ഞാൻ ചരിക്കാം. ദൈവമേ നിൻ സാക്ഷ്യമേകാൻ എൻ്റെ ഉള്ളം ദാഹിക്കുന്നു. നിന്റെ സ്നേഹധാര പുൽകി എന്നും നീങ്ങിടാൻ. നിന്റെ സ്നേഹം ആഴി പോലെ, നിൻ കാരുണ്യം ആകാശം പോലെ, മേഘങ്ങൾക്കുമേലെ വാഴൂ. യേശുവേ നിൻ മഹത്വം എന്നെ നിൻ ചിറകിൻ കീഴിൽ നാഥാ നീ കാത്തിടുമ്പോൾ എത്രയോ
ഭാഗ്യവാനായി തീർന്നിടും ഞാനീയുലകിൽ. ദൈവമേ നിൻ സാക്ഷിയാകാൻ എൻ്റെ ഉള്ളം ദാഹിക്കുന്നു. നിൻ വചനധാര പുൽകി എന്നും ജീവിക്കാൻ. മൂലകിന്നാശ്രയം നീ, എൻ്റെ ജീവശ്വാസവും നീ. സ്നേഹസൂര്യൻ നീരുളി ജീവിതത്തിൽ എൻ ബലവും. രക്ഷകാ നിൻ കീർത്തനങ്ങൾ ലോകമെങ്ങും പാടിടാനാ. നൽവരങ്ങൾ തൂകിടേണേ എൻ്റെ കൊച്ചു ജീവിതത്തിൽ. ദൈവമേ നിൻ സാക്ഷ്യമേകാൻ എൻ്റെ ഉള്ളം ദാഹിക്കുന്നു. നിന്റെ സ്നേഹധാര പുൽകി എന്നും നീങ്ങിടാ. ദൈവമേ നിൻ സാക്ഷിയാകാൻ എൻ്റെ ഉള്ളം ദാഹിക്കുന്നു. നിൻ വചനധാര പുൽകി എന്നും ജീവിക്കാൻ. യേശുവേ നീ കൂടെയെങ്കിൽ ഭയമെന്നിൽ ലേശമില്ല. കഷ്ടതയാൽ നേരിടിലും പൂന്തെന്നലായി നീ വരില്ലേ. നിന്റെ ഇഷ്ടം പോലെയെന്നും നിന്നിഴലായി ഞാൻ ചരിക്കാം. ദൈവമേ നിൻ സാക്ഷ്യമേകാൻ എൻ്റെ ഉള്ളം ദാഹിക്കുന്നു. നിന്റെ സ്നേഹധാര പുൽകി എന്നും നീങ്ങിടാ. നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു. പൂർണ്ണമായർപ്പിക്കുന്നു, കാഴ്ചയായർപ്പിക്കുന്നു. നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു. പൂർണ്ണമായർപ്പിക്കുന്നു, കാഴ്ചയായർപ്പിക്കുന്നു. നാഥാ നീ കൈക്കൊള്ളണേ, എന്നെ നീ കൈക്കൊള്ളണേ. പൂർണ്ണ
പൂർണ്ണമായി കൈക്കൊള്ളണേ, യാഗമായി കൈക്കൊള്ളണേ. നാഥാ നീ കൈക്കൊള്ളണേ, എന്നെ നീ കൈക്കൊള്ളണേ, പൂർണ്ണമായി കൈക്കൊള്ളണേ, യാഗമായി കൈക്കൊള്ളണേ. നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായർപ്പിക്കുന്നു, കാഴ്ചയായർപ്പിക്കുന്നു. നാഥാ നീ മാറ്റേണമേ, എന്നെ നീ മാറ്റേണമേ, പൂർണ്ണമായി മാറ്റേണമേ, അങ്ങേതായി മാറ്റേണമേ. കൂടി വസിക്കുന്ന ദൈവമേ, സത്യസൗന്ദര്യമേ, നീയാണെനിക്കുള്ള മാർഗവും ദീപവും, എത്തേണ്ടതായുള്ളോരിടവും. നീയാണെനിക്കുള്ള മാർഗവും ദീപവും, ആശ്വാസമേ